2 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസ്സാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ഈ വായിച്ചു കേട്ട വചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അനുഗ്രഹിച്ചു തരുമാറാകട്ടെ. പഴയ നിയമത്തിലെ പൗരോഹിത്യത്തിന്റെ ബലഹീനതയും പുതിയ നിയമത്തിൽ സ്ഥാപിതമായ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയും തിരുവെഴുത്തിലെ വിവിധ ഭാഗങ്ങളെ അധീകരിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസൻ നമ്മെ വിവരിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ രാത്രി മുതൽ അദ്ദേഹം ആ വിഷയം ആരംഭിച്ചിരിക്കുന്നു. ആ പരമ്പര ശനിയാഴ്ച രാത്രിയിലും ഉണ്ടായിരിക്കും. ഈ കാലഘട്ടത്തിൽ അടിസ്ഥാന ഉപദേശങ്ങൾ വേർപെട്ട ദൈവജനത്തിന്റെ തലമുറകളിൽ നിന്ന് ചോർന്നുപോയിക്കൊണ്ടിരിക്കുന്ന നാളുകളിൽ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ദൈവവചന സത്യത്തിലേക്ക് തലമുറകളെ മടക്കി വരുത്തുവാൻ ഉപകരിക്കുന്നതാണ് എന്നതിന് സംശയമില്ല. കർത്താവിന്റെ ദാസന് അതിനാവശ്യമായ കൃപ ദൈവം കൊടുത്തു. തുടർന്നും മതിയായ അനുഗ്രഹങ്ങളും നന്മകളും കൃപകളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എബ്രായ ലേഖനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസൻ പല വേദഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പുതിയ നിയമ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതകളെ വർണ്ണിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വേദഭാഗം എന്റെ ഹൃദയത്തിൽ ഒരു പ്രകാശനമായി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വായിച്ച വേദഭാഗത്ത് നിന്നുകൊണ്ട് ചില വസ്തുതകൾ ഇന്ന് രാത്രിയിൽ സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ വിശ്വാസികളോട് എബ്രായ ലേഖന കർത്താവ് നടത്തുന്ന വലിയൊരാഹ്വാനമാണ് 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലെ ചുരുക്കം ആശയം അല്ലെങ്കിൽ ചുരുക്കം കാര്യം. എന്താണ് ആഹ്വാനം എന്നുള്ളത് 22-ാം വാക്യത്തിന്റെ ഒടുവിലുണ്ട്. അടുത്തു ചെല്ലുക എന്നുള്ളതാണ്. സാധാരണ അടുത്തു ചെല്ലുക എന്ന് നാം പ്രസംഗിക്കുന്നത് യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടാത്തവരോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ ഇവിടെ അടുത്തു ചെല്ലുക എന്ന് പറഞ്ഞിരിക്കുന്നത് സഹോദരന്മാരോടാണ്, വിശ്വാസികളോടാണ്, ദൈവമക്കളോടാണ്. 19-ാം വാക്യം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ്. അപ്പോൾ സഹോദരന്മാരോടാണ് അടുത്തു ചെല്ലുവാൻ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ പ്രവാചക പുസ്തകങ്ങൾ നാം പരിശോധിക്കുമ്പോൾ വിശുദ്ധ പ്രവാചകന്മാരിലൂടെ തന്റെ ജനമായിരുന്ന ഇസ്രയേലിനോട് ദൈവം ഇങ്ങനെ തന്നെ ആഹ്വാനം ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. മടങ്ങിവരിക, അടുത്തുവരിക, മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും എന്നിത്യാദിയുള്ള ആഹ്വാനങ്ങൾ പഴയ നിയമത്തിലെ പ്രവാചക വാക്കുകളിലും വെളിപ്പെടുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് മടങ്ങിവരിക, അടുത്തു ചെല്ലുക എന്നുള്ളതാണ്. ഞായറാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച രാത്രി വരെയും ഞായറാഴ്ച പകലിലും ദൈവദാസന്മാർക്ക് ദൈവം കൊടുക്കുന്ന കൃപയ്ക്കനുസരിച്ച് ഇവിടെ അറിയിക്കുന്ന വചനത്തിന്റെ ആത്യന്തിക ഉദ്ദേശമെന്ന് പറയുന്നത് ദൈവജനം ദൈവത്തിങ്കിലേക്ക് അടുത്തുവരണം എന്നുള്ളതാണ്.
ദൈവത്തിങ്കിലേക്കും ദൈവവചനത്തിലേക്കും മടങ്ങിവരണം എന്നുള്ള ആഹ്വാനമാണ് ഈ ദിവസങ്ങളിലായി ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരിവിടെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവവചനം ധാരാളമായി കേൾക്കുന്നവരാണ് നമ്മൾ. ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയെ ചീർപ്പിക്കുന്നവരായിട്ടല്ല, അതിൽ കുറച്ച് അറിവ് സമ്പാദിക്കുന്നവരായിട്ടല്ല. ആ വചനം നമ്മെ ദൈവത്തിങ്കിലേക്കുള്ള ദൈവവചനത്തിലേക്കുള്ള ആ ബന്ധത്തിലേക്ക് നടത്തേണ്ടത് ആവശ്യമാണ്. അതാണ് ഈ വചനപ്രഘോഷണത്തിന്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. ഇവിടെ അടുത്തു വരിക എന്ന എബ്രായ വിശ്വാസികളോട് പറയുമ്പോൾ അവർ അകന്നിരിക്കുന്നു എന്നൊരു ധ്വനി നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. അകന്നിരിക്കുന്നവരോടാണ് അടുത്ു വരുവാൻ പറഞ്ഞിരിക്കുന്നത്. ഇതാരംഭിക്കുന്നത് തന്നെ അതുകൊണ്ട് എന്ന് പറഞ്ഞാണ്. അവിടെ ന്യായമായൊരു ചോദ്യം, എന്തുകൊണ്ട്? ഈ 10ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം മുതൽ വായിച്ചു വരുമ്പോൾ പഴയ നിയമയാഗങ്ങളുടെ നിഷ്പ്രയോജനവും പുതിയ നിയമയാഗത്തിന്റെ സാധ്യതയും വളരെ വ്യക്തമായി വിവരിച്ചിട്ടാണ് ധന്യനായ പൗലോസ് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ അടുത്തു വരണം എന്ന്. ഇവരകലുവാനുള്ള കാരണം എന്താണ്? ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് ഒരു പഠനവും വിശദീകരണവും നടത്തിയത്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഞാൻ വളരെ വേഗത്തിൽ ഇതിനെ സംബന്ധിച്ചൊരു ചിന്ത നടത്തിയപ്പോൾ എന്റെ ഉള്ളത്തിലേക്ക് വന്ന 2 മറുപടികൾ ഇവരുടെ അകൽച്ചയ്ക്ക് കാരണമാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒന്ന്, ഉപദേശത്തിലുള്ള അവർക്ക് വന്ന വീഴ്ച. രണ്ടാമത്, ജീവിതത്തിൽ വന്ന വീഴ്ച. അങ്ങനെ ഉപദേശത്തിന്റെ അശുദ്ധിയും ജീവിതത്തിന്റെ അശുദ്ധിയും അവർക്കുണ്ടായി എന്നുള്ളത് ഈ ലേഖനം മുഴുവനായി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. എന്റെ മോനെ, നീ ഞാൻ പറഞ്ഞു ഒറ്റ രീതി വെച്ച് കയ്യങ്ങ് വലിക്കണം. അപ്പോൾ ഉപദേശ തലത്തിലും പ്രായോഗിക തലത്തിലും ഇവർക്ക് വന്ന വീഴ്ച ഇവരെ അകറ്റുവാനായിട്ടിട വന്നു. അടുത്ത് ചെല്ലുക എന്നിവിടെ പറയുമ്പോൾ ദൈവത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലുക, കൃപാസനത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലുക എന്നിത്യാദി ആശയങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവർ വിശ്വാസികളാണ്, സഹോദരന്മാരാണ്, ദൈവമക്കളാണ്. എന്നാൽ ഇപ്പോൾ ഉപദേശത്തിന്റെ അശുദ്ധി നിമിത്തവും ജീവിതത്തിന്റെ അശുദ്ധി നിമിത്തവും ഇവര് അകന്നുപോയിരിക്കുന്നു എന്ന് ഇവിടെ ലേഖനകർത്താവ് സമർത്ഥിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് അകന്നുപോകുന്ന, ദൈവത്തിങ്കിൽ നിന്ന് അകന്നുപോകുന്ന മനുഷ്യൻ സഹോദരന്മാരിൽ നിന്നും അകന്നുപോകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായവും 4-ാം അധ്യായവും അതിന് വേണ്ടുവോളം തെളിവുകൾ നമുക്ക് നൽകുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന് വിരോധമായി പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിങ്കിൽ നിന്ന് അകന്നുപോകുന്ന ചിത്രം അവിടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഹോദരങ്ങൾ തമ്മിൽ അകന്നുപോകുന്ന ദൃശ്യം നാം അവിടെ കാണുന്നുണ്ട്. ഇവിടെ വലിയൊരു പാഠം നമ്മെ ഇന്ന് രാത്രിയിൽ പഠിപ്പിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ഏതൊരു വ്യക്തി അകന്നുപോകുന്നുവോ അവൻ സഹോദരങ്ങളിൽ നിന്നും അകന്നുപോകുമെന്നതിന് സംശയമില്ല. ഞാൻ കഴിഞ്ഞ പ്രാരംഭ ദിവസം ഓർപ്പിച്ചതുപോലെ സഹോദര ബന്ധം ശിഥിലീകരിക്കപ്പെടുവാൻ കാരണമാകുന്നത് എന്തുകൊണ്ടാണ്? സഹോദരന്മാരുടെ ബന്ധങ്ങൾ പലപ്പോഴും വിച്ഛേദിക്കപ്പെടുവാൻ കാരണമാകുന്നത് എന്തുകൊണ്ടാണ്? അന്യോന്യം അസൂയയും പകയും വെച്ചുപുലർത്തി പോരിന് വിളിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇന്ന് രാത്രി ഹൃദയ തകർച്ചയോടുകൂടെ വചനത്തിലേക്ക് മടങ്ങി വന്നാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിങ്കിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരും ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരും എന്നഭിമാനിക്കുന്ന ദൈവജനത്തിന്റെ മധ്യത്തിൽ സഹോദര ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതിന്റെ കാരണം
ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നുപോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദര വർഗത്തെ ഹൃദയപൂർവ്വം സ്നേഹിക്കണമെങ്കിൽ ദൈവത്തെ നാം ഹൃദയപൂർവ്വം സ്നേഹിക്കണം. നമ്മുടെ സഹോദര വർഗത്തോട് ഹൃദയപൂർവ്വം ബന്ധപ്പെടണമെന്ന് വരികിൽ ദൈവത്തോട് ഹൃദയപൂർവ്വം ഞാനും നിങ്ങളും ബന്ധപ്പെടണം. ഇവിടെ ഇതാ അതിന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു, ഇവരകന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് ലേഖനകർത്താവ് പറയുകയാണ്, നിങ്ങൾ അടുത്തു വരണം. ഇവരകലുവാനുള്ള കാരണത്തെ സംബന്ധിച്ച് പൊതുവായ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചെങ്കിലും ഇവിടെ ലേഖനകർത്താവിന്റെ ഭാഷയിൽ എന്താണ് അതിന്റെ കാരണം എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22-ാം വാക്യത്തിന്റെ ആദ്യത്തെ ഒരു വാക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നാം ദുർമനസാക്ഷി നീങ്ങുമാറ്. ഇവരകലുവാനുള്ള കാരണത്തെ സംബന്ധിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ ദുർമനസാക്ഷിയാണ്. ഇംഗ്ലീഷ് ബൈബിൾ എന്റെ കയ്യിലില്ലാതിരുന്നു. ഞാൻ ബ്രദർ ജോസ് മാത്യുവിന്റെ കയ്യിൽ നിന്ന് എടുത്തു പരിശോധിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് ഈവിൾ കോൺഷ്യസ് എന്നാണ്. അശുദ്ധമായിരിക്കുന്ന മനസാക്ഷി, വിശുദ്ധിയില്ലാത്ത മനസാക്ഷി, ചീത്തയായ മനസാക്ഷി. ഇന്ന് രാത്രിയിൽ ഞാനൊരു വസ്തുത ഇവിടെ വന്നിരിക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കട്ടെ. ദൈവ പൈതലിൽ ദുഷ്ട മനസാക്ഷി കടന്നു വരുമ്പോൾ, ദൈവ പൈതലിൽ അശുദ്ധ മനസാക്ഷി കടന്നു വരുമ്പോൾ, ദൈവ പൈതലിൽ ചീത്ത മനസാക്ഷി കടന്നു വരുമ്പോൾ ദൈവത്തിങ്കിൽ നിന്ന് അകലുമെന്ന് മാത്രമല്ല, സഹോദര വർഗത്തിൽ നിന്നും അകന്നു പോകേണ്ട വലിയ ഗതികേട് അവർക്കുണ്ടാകുമെന്നുള്ള വലിയ പാഠം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു പ്രയോഗം അദ്ദേഹം ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. അതിന്റെ 22-ാം വാക്യത്തിൽ പരമാർത്ഥ ഹൃദയത്തോട് അടുത്തു ചെല്ലുക എന്നാണ്. അതിനർത്ഥം എന്താണ്? ഈ ദുർമനസാക്ഷി നിമിത്തമായി അവർക്ക് പരമാർത്ഥ ഹൃദയമില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ വാക്കുകളുടെ മുൻപിൽ എത്ര മുൻവിധി നടത്തിയാലും ഞാനൊരു വസ്തുത പറയട്ടെ. നമ്മളിലുള്ള ദുർമനസാക്ഷി നമ്മളിലുള്ള പരമാർത്ഥ ഹൃദയത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് മുഖാന്തരം ദൈവത്തിങ്കിൽ നിന്ന് നാം അകലുന്നു എന്ന് മാത്രമല്ല, സഹോദരങ്ങളിൽ നിന്നും അകലുന്നു എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. ഇതിന്റെ മറ്റൊരു രീതിയിൽ കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അതിന്റെ 1-ാം അധ്യായം 21-ാം വാക്യത്തിലാണ്. അവിടെ പൗലോസ് പറയുന്നത്, ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ വിവരിക്കുന്നില്ല. അവിടെയും പൗലോസ് കൊലോസ്യ വിശുദ്ധന്മാരുടെ പഴയകാല അനുഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തി വരുമ്പോൾ അവിടെ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ദൈവത്തിങ്കിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. അതെന്താണെന്ന് അവിടെ വായിക്കുന്നുണ്ട്, ദുർമനസ് നിമിത്തമായി. അപ്പോ ദൈവത്തിങ്കിൽ നിന്ന്, കൃപാസനത്തിങ്കിൽ നിന്ന് ദൈവജനമായിരുന്നാലും മനുഷ്യനായിരുന്നാലും അകന്നുപോകാനുള്ള കാരണം അവന്റെ ജീവിതവശത്തിലും ഉപദേശവശത്തിലും വന്നിരിക്കുന്ന വീഴ്ചയാണെന്നുള്ളത് നാം മനസ്സിലാക്കണം. എന്നാൽ ഒരു കാര്യം നാം ഓർക്കണം, ദൈവം അവർക്ക് ഒരവസരം കൊടുക്കാതിരിക്കുന്നു എന്ന് നാം ചിന്തിക്കരുത്. അങ്ങനെയുള്ളവരെ ദൈവം സ്നേഹിക്കുന്നു. മടങ്ങി വരാനുള്ള അവസരം ദൈവം അവർക്ക് കൊടുക്കുന്നു. ദൈവം അവരെ ശുദ്ധീകരിപ്പാൻ ആഗ്രഹിക്കുന്നു, തന്നിലേക്ക് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അവരുടെ പരാജയത്തെ വിജയമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു, അവരുടെ ജീവിതത്തിന്റെ കേടുകളെ പോക്കുവാൻ ആഗ്രഹിക്കുന്നു. ചതഞ്ഞ ഓടയെ ഒടിക്കാതെ, പുകയുന്ന തിരിയെ കെടുത്തിക്കളയാതെ മടക്കി വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ ദൈവം എത്ര നല്ലവനാണ്! അതുകൊണ്ടാണ് പ്രാരംഭരാത്രിയിൽ സങ്കീർത്തനത്തിൽ നിന്ന് ഞാനൊരു വാക്യം നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. യഹോവ നല്ലവനും നന്മ ചെയ്യുന്നവനും ക്ഷമിക്കുന്നവനുമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിങ്കിൽ നിന്നോ സഹോദരവർഗങ്ങളിൽ നിന്നോ ജീവിതത്തിന്റെ ദുർമനസാക്ഷി
വ്യക്തിത്വമായി പരമാർത്ഥ ഹൃദയമില്ലാതെ അകന്നുപോയിരിക്കുന്ന ജീവിതങ്ങള് ഇന്ന് രാത്രിയും മടങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ വന്ന പരാജയങ്ങളെ വിജയമാക്കുവാൻ ഈ രാത്രി ദൈവത്തിന് താല്പര്യമുണ്ട്. അശുദ്ധിയെ ശുദ്ധീകരിച്ച് വിശുദ്ധീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ ശുദ്ധിയില്ലാത്ത മനസാക്ഷി നിർമ്മലമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലേഖനകർത്താവ് പറയുന്നത് അടുത്തു ചെല്ലുക എന്നുള്ളത്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, അടുത്തു വരിക ഈ ആഹ്വാനം നാം വ്യക്തമായി കേട്ട് ജീവിതത്തിൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനും ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാനും സഹോദര ബന്ധത്തിലേക്ക് മടങ്ങി വരുവാനും നമുക്കിടവരണം. ദൈവം ഈ വചനങ്ങൾ അതിന് മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു കാര്യം നാം ഇവിടെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ, കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ ലേഖനകർത്താവ് ഇവിടെ പറയുമ്പോൾ നമ്മെ അടുപ്പിക്കുന്ന 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അകന്നുപോയവരെ ദൈവത്തിങ്കിലേക്കും കൃപാസനത്തിങ്കിലേക്കും അടുപ്പിക്കുവാൻ ഒരുക്കിയിരിക്കുന്ന മുഖാന്തരമായിരിക്കുന്ന 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഞാൻ അതൊന്ന് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, അതിന്റെ 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, യേശു തന്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. അകന്നുപോയവരെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുവാൻ, കേൾക്കണം, കൃപാസനത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു ഉപാധി ജീവനുള്ള ഒരു പുതുവഴിയാണ്. ഈ ജീവനുള്ള പുതുവഴി ഉള്ളിടത്തോളം കാലം അകന്നുപോയവർക്ക് അടുത്തുവരാനുള്ള സാധ്യതയുണ്ട്, അടുത്തുവരാനുള്ള മാർഗമുണ്ട്, അടുത്തുവരാനുള്ള ഉപാധി ദൈവം ഇതുവഴി ഒരുക്കി വച്ചിരിക്കുകയാണ്. ജീവനുള്ള പുതുവഴി. ആ വാക്ക് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവനുള്ള ഒരു പുതുവഴി. അതിനൊരു മറുവശവും കൂടിയുണ്ട്. ഇതിനു മുൻപുള്ള വഴി മരണവഴിയായിരുന്നു. ആ മരണവഴിയെക്കുറിച്ച് ദൈവദാസൻ ഇവിടെ ശക്തമായി വിവരിക്കുകയുണ്ടായി. എന്താണ് ആ മരണവഴി? ന്യായപ്രമാണത്തിന്റെ വഴിയാണ്. അത് വെളിപ്പെടുത്തുന്ന ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം വളരെ വേഗത്തിലൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിച്ചായിട്ട് വേഗത്തിൽ. എന്നാൽ കല്ലിൽ അക്ഷരമായി കുത്തിയിരുന്ന മരണ ശുശ്രൂഷ മതി. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ, ഇതേതിനെ സംബന്ധിച്ചു പറയുന്നു എന്ന് നമുക്ക് നന്നായിട്ടറിയാം. 10 കൽപ്പനകളിൽ എഴുതിയിരുന്ന ന്യായപ്രമാണത്തെക്കുറിച്ചാണ് ഇവിടെ ലേഖനകർത്താവ് ഉദ്ദേശിക്കുന്നത്. ആ കല്ലിൽ കൊത്തിയിരുന്ന ഈ അക്ഷരം അത് മരണത്തിന്റെ ശുശ്രൂഷയാണ്, അത് മരണത്തിന്റെ അക്ഷരമാണ്. അവിടെ തന്നെ പൗലോസ് പറയുന്നുണ്ട്, അക്ഷരം കൊല്ലുന്നു എന്നാണ്. കഴിഞ്ഞ രാത്രി ദൈവദാസൻ ഓർപ്പിച്ചു, ഈ ന്യായപ്രമാണം കൊടുത്ത ദിവസം തന്നെ 3000 ആൾക്കാർ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. റോമാലേഖനം 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നാണ്. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ഇത് കൊടുത്ത ദിവസം തന്നെ അതിനാൽ ജീവിക്കുകയല്ല ചെയ്തത്, അത് മുഖാന്തരം മരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ജീവനുള്ള ഒരു പുതുവഴി. അത് പഴയ വഴിയല്ല, അത് മരണവഴിയല്ല, ജീവനുള്ള പുതുവഴിയാണ്. ആരാണ് ഈ ജീവനുള്ള പുതുവഴി? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ജീവനുള്ള പുതുവഴി. നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് അവിടുന്ന് തന്നെ പറഞ്ഞ വാക്കുകൾ നമുക്ക് മനഃപ്പാഠമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 7-ാം വാക്യത്തിൽ അവിടുന്ന് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, നമ്മെ പിതാവിനോടടുപ്പിക്കുന്ന, കൃപാസനത്തോടടുപ്പിക്കുന്ന, സ്വർഗത്തോടടുപ്പിക്കുന്ന ഏക പുതുവഴിയാണ് ഈ കർത്താവായ യേശു ക്രിസ്തു. അവിടുന്ന് ജീവനാണ്. എന്തുകൊണ്ട് ജീവനുള്ള പുതുവഴിയാകുന്നു? അവിടുന്ന് മുഖാന്തരം അനേകർ ജീവിപ്പിക്കപ്പെടുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ജീവിക്കുമെന്ന് പറയുന്നു.
പ്രിയപ്പെട്ടവരെ, പുനരുത്ഥാനവും ജീവനുമായ ക്രിസ്തുവിൽ ഏതൊരു പാപി വിശ്വസിക്കുന്നുവോ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരിക്കുന്ന ഒരു പാപി ഈ പുനരുത്ഥാനവും ജീവനുമാകുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ, ദൈവത്തിനു സ്തോത്രം, അവൻ ജീവൻ പ്രാപിക്കുകയാ. അതിനെ സംബന്ധിച്ചാണ് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവാണ് ഇവിടെ ജീവനുള്ള പുതുവഴി. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ജീവനുള്ള പുതുവഴിയാകാൻ എന്താ ചെയ്തത്? നമുക്കറിയാം, ഒരിടത്തൊരു വഴി ഉണ്ടാകണമെങ്കിൽ സാധാരണ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ നാടുകളിൽ ഒരു വഴി നമുക്ക് വെട്ടണം. വഴി വെട്ടുകയാണ്. ചിലയിടത്തൊത്ത് വഴി കൊടുക്കാത്ത സ്ഥലങ്ങളിൽ രാത്രിയിൽ അവിടുത്തെ നാട്ടുകാര് ഒന്നിച്ചു ചേർന്ന് വഴി അങ്ങ് വെട്ടാറുണ്ട്. എന്നിട്ട് അവര് പറയും, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങള് വഴി വെട്ടിയെന്ന് പറയാറുണ്ട്. അപ്പോൾ വഴി നിർമ്മിക്കുന്നതിന് വഴി വെട്ടുക എന്നാ പറയുന്നത്. ഇന്ന് രാത്രിയിൽ ഒന്ന് കേൾക്കണം, ഈ ജീവനുള്ള പുതുവഴി എങ്ങനെയുണ്ടായി? ഇത് വെട്ടിയുണ്ടായതാണ്. എങ്ങനെ വെട്ടി? സഖരിയാവിന്റെ പ്രവചനം 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, വാളേയുണരുക, എന്റെ ഇടയന്റെ നേരെയും കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക, ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, പാപം ചെയ്തു പർദീസയ്ക്ക് പുറത്തായി ദൈവത്തിന്റെ ന്യായവിധിയുടെ വാളിനാൽ വെട്ടേൽക്കപ്പെടേണ്ടിയിരുന്ന എന്നെയും നിങ്ങളെയും വിടുവിക്കുവാൻ, പിതാവിനെ കടുപ്പിക്കുവാൻ, പാപമോചനം തരുവാൻ, കൃപാസനത്തിനെ കടുപ്പിക്കുവാൻ ദൈവപുത്രന്റെ മേൽ ആ ന്യായവിധിയുടെ വാള് പിതാവായ ദൈവം തിരിച്ചുവിടുകയുണ്ടായി. അവിടുന്ന് കടന്നുകൊണ്ട് പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അവിടുന്ന് വെട്ടേറ്റു. ഇന്ന് രാത്രി വിവരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അവിടുന്ന് വെട്ടേറ്റു, വെട്ടി ഒരു വഴിയുണ്ടാക്കി. ഞാൻ പറയുന്നത്, ഈ വഴിയുണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു റോഡുണ്ടാക്കി കഴിഞ്ഞാൽ, സാധാരണ ചെറുതാകട്ടെ വലുതാകട്ടെ, ഒരു പുതിയ വഴി, പുതിയ റോഡ് വെട്ടിക്കഴിഞ്ഞാൽ അതിന് ഒരൗദ്യോഗികമായ ഉദ്ഘാടനം നടത്താറുണ്ട്. ആ ഉദ്ഘാടനം നടത്താൻ വിളിക്കുന്ന വ്യക്തികൾ ആ വഴിയുടെ നീളവും വീതിയും അനുസരിച്ചായിരിക്കും വിളിക്കുന്നവരുടെ പ്രാധാന്യവും. ആരുമാകട്ടെ, പ്രാധാന്യമുള്ളവരായിരുന്നാലും പ്രാധാന്യം കുറഞ്ഞവരായിരുന്നാലും ആ വഴി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ ആ റോഡിന് കുറുകെ ഒരു റിബൺ കെട്ടിവെക്കാറുണ്ട്. എന്തിനാണ് ഈ റിബൺ കെട്ടിവെക്കുന്നത്? ഉദ്ഘാടനത്തിനായി വിളിച്ചിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ കൊടുക്കുന്ന കത്രിക കൊണ്ട് ഈ റിബൺ മുറിച്ചാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ന് രാത്രിയിൽ ഒന്ന് കേൾക്കണം, കാൽവരിയിലെ കൊലമരത്തിൽ അന്ധകാരത്തിന്റെ മണിക്കൂറുകളിൽ പിതാവായ ദൈവം പാപിയായ മനുഷ്യനെ ദൈവത്തിങ്കിലെ കടുപ്പിക്കേണ്ടതിന് തന്റെ പുത്രന്റെ മേൽ ന്യായവിധിയുടെ വാളുകൊടുത്ത് അവനെ വെട്ടിക്കളഞ്ഞ് ഒരു പുതുവഴി സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അത് ഉദ്ഘാടനവും ചെയ്തു. എങ്ങനെയാ ഉദ്ഘാടനം ചെയ്തത്? 10 രൂപ വില വരുന്ന ഒരു റിബൺ മുറിച്ചല്ല അത് ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ പൗലോസ് അല്ലെങ്കിൽ എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, യേശു തന്റെ ദേഹമെന്ന തിരശീലയിലൂടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? യേശു തന്റെ ദേഹമെന്ന തിരശീല കീറിക്കൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, യേശു തന്റെ ദേഹമെന്ന തിരശീല കീറി. ഏതൊക്കെ വിധത്തിലാണ് കീറിയത് എന്ന് സുവിശേഷങ്ങളിൽ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വിവരിക്കുവാൻ ഞാൻ ആളല്ല. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഒരു പാട്ട് ആത്മീയ ഗീതത്തിലുണ്ട്. അത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? വർണ്ണ്യമല്ല ദേവ തവ ദണ്ഡനങ്ങൾ ഭൂഭാഷയിൽ പൂർണ്ണമായി ഗ്രഹിപ്പാനും ഈ മണ്ണിലില്ലേ ആരും ദൃഢം. ലോകത്തിലെ സകല ഭാഷകളിലും യേശുക്രിസ്തുവിന്റെ കഷ്ടങ്ങളെ വിവരിക്കുവാൻ ശ്രമിച്ചാൽ അത് അസാധ്യമാണ്. അങ്ങനെ വിവരിക്കുവാൻ കഴിയുന്നൊരു വ്യക്തിയും ഈ ഭൂമിയിൽ ഇല്ലെന്ന് പറയുമ്പോൾ എളിയവനായ ചാണ്ടപ്പിള്ള എങ്ങനെ വിവരിക്കാൻ സാധിക്കും? അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ വെട്ടിക്കൊണ്ട് ഒരു ജീവനുള്ള പുതുവഴി സൃഷ്ടിക്കുകയും
ക്രിസ്തുവിന്റെ ദേഹമെന്ന തിരശ്ശീല കീറിക്കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തെങ്കിൽ അകന്നുപോയവരോട് എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, മടങ്ങി വരിക, അടുത്തേക്ക് വരിക, നിനക്ക് വേണ്ടി ഒരു വഴി ഇതാ തുറക്കപ്പെട്ടിരിക്കുന്നു, ഇത് ജീവനുള്ളതാണ്. കേറി അങ്ങ് നിന്നാ മതി, കേറി അങ്ങ് നിന്നാ മതി. എയർപോർട്ടിലും നമ്മുടെ കേരളത്തിലൊക്കെ എയർപോർട്ടിലും വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലുമൊക്കെ ചെല്ലുമ്പോൾ ഗൾഫിലെ പോലുള്ള എസ്കലേറ്റർ കാണാൻ കഴിയും. ഈ എസ്കലേറ്ററിൽ കയറി അങ്ങ് നിന്നാ മതി. എയർപോർട്ടിൽ ചെന്നാൽ ഒരുപക്ഷെ ഒത്തിരിയും ദൂരം യാത്ര ചെയ്യേണ്ട എയർപോർട്ടുണ്ട്. ഡൽഹിയിലെ എയർപോർട്ടില് ഒരുപാട് ദൂരം യാത്ര ചെയ്യണം, നടന്നു പോകണം. അതുപോലെ ദുബായിൽ ചെന്നാൽ അവിടുത്തെ എയർപോർട്ടിനും വലിയ ദൂരമാണ്. ഷാർജയിലും അത് തന്നെയാ. ആരും നടന്നു പോകാറില്ല. അവന്റെ കയ്യിൽ ബാഗ് കാണും, ഇത് എസ്കലേറ്ററിലേക്ക് വെക്കും, അവിടോട്ട് കയറി നിൽക്കും, ഇതങ്ങ് കൊണ്ടുപോകും, എവിടെ എത്തിക്കണമോ അവിടെ എത്തിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ചില മിടുക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ എസ്കലേറ്ററെ കയറി നിന്നിട്ട് അതിങ്ങനെ നീങ്ങുന്നതിനോടൊപ്പം അവനും ബാഗും പിടിച്ചുകൊണ്ട് നടക്കുക. അടവേ, ഈ ബാഗും പിടിച്ചുകൊണ്ട് നടക്കാതിരിക്കാൻ, നീ ബുദ്ധിമുട്ട് വരാതിരിക്കാനാ ഈ എസ്കലേറ്റർ നിനക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. നീ അങ്ങ് കയറി നിന്നാ മതി. നിനക്ക് എവിടെ ഇറങ്ങണമോ അവിടെ കൊണ്ടുവന്ന് നിന്നെ ഇറക്കുന്നതാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ളൊരു എസ്കലേറ്ററാണ് ഈ ജീവനുള്ള പുതുവഴി. കയറി നിന്നാ മതി, അത് സ്വർഗത്തോളം എത്തുന്നതാണ്. നാം കേട്ടതുപോലെ സ്വർഗത്തിൽ പിതാവിന്റെ വലഭാഗത്ത് ഇരിക്കുന്നതാണ്. ആ ജീവനുള്ള പുതുവഴിയിലേക്ക് ഒരു വ്യക്തി കയറി നിന്നാൽ അത് അവനെ കൊണ്ടുചെന്നെത്തിക്കും. ആകയാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി ചെല്ലുവാൻ, അടുത്തു ചെല്ലുവാൻ, കൃപാസനത്തിങ്കിലേക്ക് ചെല്ലുവാൻ ദൈവം നമുക്കൊരു മാർഗമൊരുക്കി, ആ ജീവനുള്ള പുതുവഴി. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചുകൊള്ളുക, അടുത്തു ചെല്ലുവാൻ ദൈവം വെച്ചിരിക്കുന്ന മറ്റൊരു മാർഗം. 20-ാം വാക്യത്തിൽ പറയുന്നത്, തന്റെ രക്തത്താൽ. തന്റെ രക്തമെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ രക്തം. അപ്പോൾ ദൈവത്തിങ്കിലേക്ക് അടുത്തു ചെല്ലുവാൻ ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന രണ്ടാമത് മറ്റൊരു മാർഗം യേശുക്രിസ്തുവിന്റെ രക്തം. യേശുക്രിസ്തുവിന്റെ രക്തം. ആ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശ്രേഷ്ഠത ദൈവദാസൻ ഇവിടെ അങ്ങോട്ട് വിവരിച്ചു കേൾപ്പിക്കുകയായിരുന്നു. എത്രയോ കാലങ്ങളായി ഈ രക്തത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. കുമ്പനാട് കൺവെൻഷൻ തന്നെ 110ാമത്തെ കൺവെൻഷനാണ്. കഴിഞ്ഞ 109 വർഷങ്ങളിലും ഞങ്ങളെക്കാൾ പ്രഗത്ഭരായ, പണ്ഡിതന്മാരായ, കഴിവുള്ളവരായ, ആത്മനിറവുള്ളവരായ, ദൈവകരങ്ങളിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിദേശീയരും സ്വദേശീയരുമായ എത്രയോ ദൈവദാസന്മാര് ഈ മൈതാനത്ത് മൈക്കിന്റെ ശബ്ദത്തില് പ്രിയപ്പെട്ടവരെ ഈ രക്തത്തിന്റെ ശ്രേഷ്ഠത വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിന്നും അവസാനിച്ചിട്ടില്ല. 110ാം കൺവെൻഷനിലും ആ രക്തത്തിന്റെ ശ്രേഷ്ഠത അങ്ങനെ നിൽക്കുകയാ. എന്താ കാര്യമെന്നറിയാമോ? കേൾക്കുക. റോമാലേഖനം 3-ാം അധ്യായത്തില് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, വിശ്വസിക്കുന്നവർക്ക് അവൻ പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇത് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ ദൈവം യേശുക്രിസ്തുവിന്റെ രക്തം അതിനുവേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ഈ രക്തം കൊണ്ട് എന്ത് സാധിക്കുന്നു എന്നുള്ളതും തിരുവെഴുത്ത് നമ്മെ വെളിപ്പെടുത്തുന്നുണ്ട്. അതിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് നോക്കി, അത് ഞാൻ തന്നെ വായിക്കാം. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും. ഈ രക്തം എന്തിനാ? ഹൃദയങ്ങളിൽ തളിക്കപ്പെടുവാൻ. കേൾക്കണം, കേട്ടോണ്ടിരിക്കുക. എന്തിനാണ് ഈ രക്തം? ഹൃദയങ്ങളിൽ തളിക്കപ്പെടുവാൻ. ഹൃദയങ്ങളിൽ തളിക്കപ്പെടുവാൻ. എങ്ങനെയുള്ള ഹൃദയങ്ങളിലാണ്? ദുർചിന്തയുള്ള, ഈവിൾ തോട്ട്സ് ഉള്ള, ഈവിൾ കോൺഷ്യസ് ഉള്ള, അശുദ്ധിയുള്ള ഹൃദയങ്ങളിൽ തളിക്കപ്പെടാനാണ് ഈ രക്തം. അങ്ങനെ ഹൃദയങ്ങളിലെ ഈ രക്തം തളിക്കപ്പെടുമ്പോൾ ആ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയാ. അതുകൊണ്ടാണ് യോഹന്നാന്റെ 1-ാം ലേഖനം
1-ാം അധ്യായം 7-ാം വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ, നിങ്ങളെ എന്നല്ല കേട്ടോ, നമ്മെ, എഴുതുന്ന യോഹന്നാൻ ഉൾപ്പെടെ നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രിയില് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർപ്പിക്കട്ടെ, ദൈവത്തിങ്കിലേക്ക് അടുത്തിയെല്ലുവാൻ തടസ്സമായിരിക്കുന്ന പാപങ്ങള്, അത് രഹസ്യമായിരുന്നാലും അത് പരസ്യമായിരുന്നാലും ഈ രാത്രിയിൽ മനഃപൂർവമായി അത് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ തളിപ്പ് എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങിച്ചെല്ലുവാനായിട്ടിടവരും. ദൈവത്തിന് മഹത്വം. രക്തം നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നു. മൂന്നാമത്, ദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന മാർഗം അവിടെ 21-ാം വാക്യത്തിലുണ്ട്. 21-ാം വാക്യം, ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും. ഞാനിവിടെ ആ ജോലി അങ്ങ് കുറയ്ക്കുകയാണ്. കാരണം ഇന്നലെയും ഇന്നുമായി ഈ പൗരോഹിത്യത്തെ സംബന്ധിച്ച് വളരെ ആധികാരികമായി വചനാടിസ്ഥാനത്തിൽ വ്യക്തമായി ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായി ദൈവദാസൻ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാന് എൻക്രോച്ച് ചെയ്യുന്നില്ല, അദ്ദേഹം അവിടെ അങ്ങ് കൈകാര്യം ചെയ്തു കൊള്ളട്ടെ. പക്ഷേ ഇവിടെ എനിക്കൊരു വിഷയം വന്നിരിക്കുന്നത് കൊണ്ട് 2-3 കാര്യങ്ങൾ അദ്ദേഹം ഓർപ്പിച്ചത് തന്നെ കുറെ കൂടെ എനിക്ക് സന്തോഷത്തോടെ ഓർപ്പിക്കാൻ താല്പര്യമുണ്ട്. അകന്നുപോയ വ്യക്തിയെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ദൈവമൊരുക്കിയ മറ്റൊരു മാർഗമാണ് ഈ മഹാപുരോഹിതൻ. ആരാണ് ഈ മഹാപുരോഹിതനെന്ന് കഴിഞ്ഞ രാത്രിയിൽ വായിച്ചു. എങ്കിലും ഞാൻ പറയുന്ന ചില വാക്യങ്ങൾ സഹോദരന്മാര് വായിക്കണം. അത് വായിച്ചത് തന്നെയാണ്, അതുകൊണ്ട് വായിക്കാൻ വളരെ എളുപ്പമാ. എബ്രായ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്, എബ്രായർ 4-ന്റെ-14-ാം വാക്യം വായിക്കാം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി. മതി. ആരാണ് ഈ മഹാപുരോഹിതനെന്ന് ലേഖനകർത്താവ് പറയുന്നുണ്ട്. യേശുവാണ്. യേശു, സ്തോത്രം. യേശു, ഹല്ലേലൂയ. അവിടുന്ന് രക്ഷിതാവ് മാത്രമല്ല, അവിടുന്ന് കർത്താവ് മാത്രമല്ല, അവിടുന്ന് ശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതനാണ്. അഹരോനെ സംബന്ധിച്ച് കേൾക്കണം, അഹരോനെ സംബന്ധിച്ച് മഹാപുരോഹിതനെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ല, ബൈബിൾ എടുത്തു നോക്കിയോ, നേരമുണ്ടെങ്കിൽ ബൈബിൾ വായിക്കുന്ന ശീലമുണ്ടെങ്കിൽ. മഹാപുരോഹിതനെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ ഇവിടെ കേൾക്കുക, യേശുവെന്ന മഹാപുരോഹിതനെ എബ്രായ ലേഖനകർത്താവ് പരിചയപ്പെടുത്തുമ്പോൾ ഒരു വിശേഷണം കൂടെ കൊടുത്തിട്ടുണ്ട്, ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഓ, ശ്രേഷ്ഠ മഹാപുരോഹിതൻ. എതുവഴി പോയെന്നാ വായിക്കുന്നത്? ആകാശങ്ങളിലൂടെ കടന്നുപോയി. ഇത് കണ്ടതാ കേട്ടോ, ഇത് കണ്ടതാ, കേട്ടതല്ല, കണ്ടതാ. 11 പേരന്ന് ഒലിവുമലയുടെ നെറുകയിൽ നിപ്പുണ്ടായിരുന്നു. ഈ പോക്ക് കണ്ടോണ്ട് 11 പേര് അവിടുന്ന് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുമ്പോ തന്നെ ഒലിവുമലയുടെ നെറുകയിൽ നിന്ന് അവിടുന്ന് പാദമുയർന്നു. അങ്ങനെ ഉയർന്ന് മേഘപാളികളെ കീറിക്കൊണ്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന കാഴ്ച ഈ ശിക്ഷകനും നോക്കിക്കൊണ്ട് കണ്ടതാണ്. അവരത് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ലേഖനകർത്താവ് പറയുകയാണ്, പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ ഭൗമിക കൂടാരത്തിന്റെ തിരശീലയിലൂടെ അകത്തേക്ക് പോയതുപോലെയല്ല ഈ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആകാശമെന്ന തിരശീല കീറിക്കൊണ്ട് അതിനപ്പുറത്തേക്ക് പിതാവിന്റെ അടുക്കലേക്ക് കയറി ചെന്നതാണ് പുതിയ നിയമത്തിലെ ഈ മഹാപുരോഹിതൻ. എന്നിട്ട് സാറ് വായിച്ചതാ, എങ്കിലും ഞാനും കൂടി ഒന്ന് വായിക്കട്ടെ. നമുക്കെല്ലാവർക്കും വായിക്കാനുള്ളതാണല്ലോ എബ്രായ ലേഖനം. അതുകൊണ്ട് നമുക്ക് 7-ാം അധ്യായത്തിലേക്കൊന്നുകൂടെ കടന്നു വരാം. ഈ മഹാപുരോഹിതന്റെ ശ്രേഷ്ഠത അവിടെ പറഞ്ഞു, അദ്ദേഹം അത് വിവരിച്ചു. എങ്കിലും ഒന്ന് വായിക്കാം അതിന്റെ 26-ാം വാക്യം.
വാക്യം 26 വായിച്ചാൽ. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. മതി. ഈ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ ശ്രേഷ്ഠതകളെ വിവരിച്ചു വരുമ്പോൾ കേൾക്കണം, ഇവിടെ ലേഖനകർത്താവ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുക. സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് പറയുക. എന്താ പറയുന്നത്? ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലയോ നമുക്ക് വേണ്ടത്. മറുവശം എന്താ? അത്രയും ഞാൻ പറയിപ്പിക്കുന്നുള്ളൂ. മറുവശം എന്താ പറഞ്ഞേ? എന്താ ഈ പറയാനൊരു അമ്മച്ചിമാര് പറയുന്നൊരു ബുദ്ധിമുട്ട് പറഞ്ഞേ? ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലയോ നമുക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ അതിന്റെ മറുവശം എന്താ? പറ. എന്നീ പേടിയെന്ന്. ഇങ്ങനെയല്ലാത്ത ഒരുത്തിനെയും നമുക്ക് വേണ്ട. അത് അവസാനിച്ചത് കേട്ടല്ലോ. കയ്യാഫാവെന്ന ന്യായപ്രമാണത്തിന്റെ മഹാപുരോഹിതൻ അവന്റെ സിംഹാസനത്തിലിരിക്കുന്നു. പുതിയ നിയമത്തിലെ മഹാപുരോഹിതൻ കെട്ടപ്പെട്ടവനായി അവൻ അഭിമുഖമായി നിൽക്കുന്നു. പുതിയ നിയമത്തിലെ മഹാപുരോഹിതന്റെ ശ്രേഷ്ഠതയുടെ മുൻപിൽ പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണത്തിന്റെ മഹാപുരോഹിതൻ വസ്ത്രം കീറി നീങ്ങിപ്പോയതായി ഇവിടെ വായിക്കുകയല്ലേ ചെയ്തത്? ഞാൻ വിവരിക്കുന്നില്ല. എന്താണ് ഈ പുരോഹിതന്മാരുടെ ദൗത്യം? കഴിഞ്ഞ രാത്രി അദ്ദേഹം ഓർപ്പിച്ചു. മനുഷ്യർക്കു വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന ജോലിയാണ് പുരോഹിതന്റെ ജോലി. പുരോഹിതന്റെ ജോലി. എന്നാൽ പഴയ നിയമത്തിലെ മഹാപുരോഹിതന് ഒരു ഗതികേടുണ്ട്. എന്നാ? മറ്റുള്ളവരുടെ പാപത്തിനും അവൻ പ്രായശ്ചിത്തം ചെയ്യണം, അവന്റെ പാപത്തിനും പ്രായശ്ചിത്തം ചെയ്യണം. എന്നാൽ ഈ മഹാപുരോഹിതനെ കുറിച്ച് കേട്ടല്ലോ, നിർമ്മല നിഷ്കളൻ. ഇവിടെ ഡാവിഞ്ചി കോഡ് എന്തു പറഞ്ഞാലും, ഡാവിഞ്ചി കോഡ് അങ്ങനെ ഒരു കോഡുണ്ട്. ഡാവിഞ്ചി കോഡ് എന്തു പറഞ്ഞാലും, ആറാം തിരുമുറിവ് എന്തു പറഞ്ഞാലും, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഹർത്താൽ നടത്തുകയില്ല, ധർണ നടത്തുകയില്ല, മുഷ്ടി ചുരുട്ടി ഇൻകിലാബ് വിളിക്കുകയില്ല, പ്രകടനം നടത്തുകയില്ല. എന്താണെന്നറിയാമോ? ഡാവിഞ്ചി കോഡ് പറഞ്ഞാലും 5-6 തിരുമുറിവ് പറഞ്ഞാലും നിഷ്പ്രഭനാകുന്നതല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന മഹാപുരോഹിതൻ. അവൻ അതുകൊണ്ടൊരു മാറ്റം വരുന്നവനല്ല, അതുകൊണ്ട് അവന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരുന്നവനല്ല. ഇന്ന് രാത്രി വിവരിക്കുന്നില്ല. ഈ മഹാപുരോഹിതൻ എന്ത് ചെയ്യുന്നൂടെ നോക്കാം. അദ്ദേഹം ഓർപ്പിച്ചതാണെങ്കിലും ഞാനതൊന്നുകൂടി വായിക്കാം. 7-ാം അധ്യായം തന്നെ 25-ാം വാക്യം ഒന്ന് വായിച്ചേ, വേഗത്തിൽ വായിച്ചേ, സമയമാകുന്നു. 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. കേട്ടോ, അവൻ പ്രാപ്തൻ. ആര്? ഈ മഹാപുരോഹിതൻ. എന്തിനു പ്രാപ്തൻ? രക്ഷിപ്പാന്ന് തന്നെയല്ല, പിന്നെ പൂർണ്ണമായി. ഞാന് പകുതി നിങ്ങളെ രക്ഷിച്ചു, ബാക്കി പകുതി നിങ്ങള് നോക്കിക്കൊള്ളണം. അതാണ് ഈ മനുഷ്യന്റെ ഒരു പ്രമാണം. താൻ പാതി ദൈവം പാതി, താൻ പാതി ദൈവം പാതി. അങ്ങനെയല്ല. ഒരു വ്യക്തിയെ കേൾക്കണം, എത്ര വലിയ പാപിയാണെങ്കിലും ഒരു വ്യക്തിയെ ദൈവം, പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ രക്ഷിപ്പാൻ ഈ മഹാപുരോഹിതൻ ആഗ്രഹിച്ചാൽ അവന്റെ അടുക്ക ചെല്ലുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുന്നവരാണ്. പൂർണ്ണമായി. അതുകൊണ്ടാണല്ലോ രക്ഷിക്കപ്പെട്ടപ്പോ തന്നെ വിളിച്ചെവിടെ ഇരുത്തിയത്? സ്വർഗത്തില് ഇരുത്തിയത്. ഇന്ന് വിശുദ്ധരിൽ അതിവിശുദ്ധന്മാര് ചിലരുണ്ട്. ആണോ അല്ലയോ എന്ന് അവരുടെ രഹസ്യ സ്വഭാവങ്ങൾ പരിശോധിച്ചാൽ അറിയാം. പോട്ടെ, അതെന്റെ വിഷയമല്ല. അവരാണ് തള്ളി നേരത്തെ കളഞ്ഞാന്. സ്വർഗത്തിലിരുത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരംഭം മുതൽ അവസാനം വരെ, ആരംഭം മുതൽ നിത്യത വരെ വ്യക്തമായിട്ടറിയാവുന്ന ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ ചെയ്യുന്ന പക്ഷപാതത്താൽ നമ്മെ പൂർണ്ണമായി രക്ഷിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുക. അപ്പൊ പക്ഷപാതം ചെയ്യുക. പക്ഷപാതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അക്ഷരം അല്പം മാറിപ്പോയാൽ കുഴപ്പമാണ്. അക്ഷരം അല്പം മാറിപ്പോയാൽ
കുഴപ്പമാ, ഒരു വശം തളരും. എന്നാൽ ഇവിടെ പക്ഷവാദം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ചു വാദിക്കുകയാ. കേട്ടോ, ഒന്നും തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. മുഖം കണ്ടാൽ അറിയാൻ ചിലതൊക്കെ തോന്നുന്നുണ്ടെന്ന്. പക്ഷം പിടിച്ചു വാദിക്കുക. ചാണ്ടപ്പിള്ളയുടെ പക്ഷം പിടിച്ച്, നിങ്ങളുടെ പക്ഷം പിടിച്ച്, നമ്മുടെ പേര് പറഞ്ഞ് നമ്മുടെ പക്ഷം പിടിച്ച് പിതാവിനോട് വാദിക്കുകയാ കേട്ടോ. ഞാനേ സമയം തീർത്തു, ഇപ്പം നിർത്തും. നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാൻ ഒരാളല്ല ഉള്ളത്. ദൈവമേ, 2 പേരാ ഉള്ളത്. 2 പേര്. നമ്മൾ ആരാന്ന വിചാരം? നമ്മുടെയൊക്കെ ഇരിപ്പും മട്ടും കണ്ടാൽ നമ്മളെപ്പോലെ ഗതികെട്ടവരില്ലെന്നോ. നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ 2 വ്യക്തികൾ. ഒരാള് ഭൂമിയില്, ഒരാള് സ്വർഗത്തില്. മനസ്സിലായോ? റോമാലേഖനം 8-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളിൽ, 26 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വേണ്ടി ഭൂമിയിലെ പരിശുദ്ധാത്മാവ് പക്ഷവാദം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രമൊക്കെ പറഞ്ഞാലൊന്നും പന്തല് താഴെ പോവുകയല്ലേ. സ്തോത്രം കേട്ടോ. ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ പരിശുദ്ധാത്മാവുണ്ട്. തീർന്നില്ല. സ്വർഗത്തിൽ അവിടെ ആരുണ്ട്? ഇല്ല, പണ്ട് കേട്ടോ തട്ടിപ്പോയി. തമ്പുരാനെ ശീമോൻ പത്രോസിനോട് പറഞ്ഞു, ശീമോനെ, ഇയാള് വലിയ എടുത്തിയാട്ടക്കാരനാണ്. അതൊക്കെ വിവരിക്കാൻ നമുക്ക് നേരം. എല്ലാം എടുത്തിയാട്ടമാണ്. കർത്താവ് കാല് കഴുകാൻ ചെന്നപ്പോ പറഞ്ഞു, അയ്യോ പാടില്ല. അയ്യോ, ചിലരങ്ങനെയാ, താഴ്മയിൽ അങ്ങ് രസിക്കും. പാടില്ല, എന്റെ കാല് കഴുകരുത്. അയ്യോ, നീയാണോ കഴുകാൻ? അയ്യോ, പാടില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, നിന്റെ കാല് ഞാൻ കഴിയില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ. അപ്പൊ എന്നാ പറഞ്ഞു? മൊത്തം കുളിപ്പിച്ചേക്കാൻ പറഞ്ഞു. ഇതാ ഈ പുള്ളിയുടെ പ്രകൃതി. മനസ്സിലായോ? ഇതാ പുള്ളിയുടെ പ്രകൃതി. ഇവനെ പിശാച് കോതമ്പ് പോലെ പാറ്റുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ പക്ഷവാദം ചെയ്യുന്ന ക്രിസ്തു പറയുകയാ, ശീമോനെ, സാത്താൻ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് പലവട്ടം എന്നോട് ചോദിച്ചതാ. പക്ഷേ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ ഞാൻ അതിനനുവദിച്ചില്ലല്ലോ. ഇന്ന് രാത്രിയില് നമ്മയൊക്കെ സംബന്ധിച്ചും ഇതല്ലാതെ എന്താണ് പറയാനുള്ളത്? നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന, പക്ഷവാദം ചെയ്യുന്ന ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അതുകൊണ്ടാണ് തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പൗലോസ് ഓർപ്പിക്കുന്നത്, ദൈവം, കൂടെ പറഞ്ഞേ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ആര്? എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒറ്റ മധ്യസ്ഥൻ, വേറെയൊരു മധ്യസ്ഥന്മാരിൽ. ഈ മരിച്ചുപോയവരെ മുഴുവൻ എടുത്ത് മധ്യസ്ഥന്മാരാക്കരുത് കേട്ടോ. ചിലര് കർത്താവ് മധ്യസ്ഥനായിരിക്കുമ്പോൾ അതുകൊണ്ട് തീരുന്നില്ല കാര്യം. ഒത്തിരി പ്രോഗ്രാമുണ്ട്. എത്ര പേരാ ഈ പാപം ഏറ്റുപറയാൻ ചെല്ലുന്നത്? എല്ലാവരുടെയും കാര്യം കൂടെ നോക്കാൻ കർത്താവിന് നേരമുണ്ടോ? അതിന് അവിടങ്ങളിലായി സൗകര്യത്തിന് മധ്യസ്ഥന്മാരെ ആക്കി വെച്ചിരിക്കുക. ബൈബിൾ എന്താ പറയുന്നോട് ഓർപ്പിച്ച് ഞാൻ പുസ്തകം മടക്കാൻ പോവുകയാണ്. നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 8-ാം അധ്യായം 19-ാം വാക്യം ഒന്ന് വായിച്ചേ. യെശയ്യാ 8:19 വേഗത്തിൽ വായിക്കാം. യെശയ്യാ 8:19 പെട്ടെന്ന് വായിച്ചാട്ടെ. വേഗക്കുട്ടി ആരാ വായിച്ചാട്ടെ? എന്താ യെശയ്യാ എടുക്കാൻ താമസമാണ്? വായിച്ചേ. വെളിച്ചപ്പാടന്മാരോട് ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പീൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ. അടുത്ത വാചകം ഒന്ന് കേൾക്കണം. അടുത്ത വാചകം വായിച്ചു. ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്? ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ദൈവത്തോടല്ലയോ അപേക്ഷിക്കാൻ പോകേണ്ടത്? അടുത്തത്, ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത്? കൊടുക്കവിടെ വരെയുണ്ട്. ചില സൗകര്യമാര് തല നേരത്തെ ഇട്ടുണ്ട്. അല്ലെങ്കിലും അതാ ബൈബിള് വായിക്കുമ്പോഴേ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഇട്ടിരിക്കുക. മനസ്സിലായി? അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ജീവനുള്ളവർക്ക് വേണ്ടി, ജീവനുള്ളവർക്ക് വേണ്ടി
മരിച്ചവരോടോ ചോദിക്കേണ്ടത്? അല്ല. ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവർക്ക് ദൈവത്തോട് അപേക്ഷിക്കാൻ പറ്റുകയില്ലല്ലോ. അതിനാണല്ലോ സദാ ജീവിക്കുന്നവനായ ഒരു മഹാപുരോഹിതൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷവാദം ചെയ്യുന്നത്. ഇന്ന് രാത്രിയിൽ ഇനി വാക്കുകൾ ദീർഘിപ്പിക്കാൻ നിവൃത്തിയില്ലല്ലോ. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതത്തിന്റെ ഓരോ വശങ്ങളും പരിശോധിച്ചിട്ട് ഞാൻ ദൈവത്തിങ്കിലേക്ക് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ അടുത്തു നിൽക്കുന്നവളോ അടുത്തു നിൽക്കുന്നവനോ എന്റെ സഹോദരങ്ങളോടുള്ള ബന്ധം സുദൃഢമായി ഞാൻ കൊണ്ടുപോകുന്നവളോ കൊണ്ടുപോകുന്നവനോ? ഇന്ന് രാത്രി നമ്മോട് തന്നെ ചോദിക്കുക. അതിന് വിഘാതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, തകർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതോർത്തൊന്ന് ദുഃഖിക്കുമോ? കുറവുകളെ കണ്ടുണരുമോ? അത് ദൈവസന്നിധിയിൽ ഓർത്ത് ഒന്ന് നിലവിളിക്കുവാൻ മനസ്സ് കാണിക്കുമോ? അങ്ങനെ ചെയ്താൽ അടുത്തു വരാനുള്ള എല്ലാ സോഴ്സും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. ഒരു ജീവനുള്ള പുതുവഴി യേശുക്രിസ്തുവിന്റെ രക്തം മഹാപുരോഹിതൻ ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. മുടിയും പുത്രൻ അപ്പന്റെ വീട്ടിൽ മടങ്ങിച്ചെന്ന് അപ്പന്റെ സ്നേഹവും കൂട്ടായ്മയും അനുഭവിച്ചതുപോലെ ഇന്ന് രാത്രി അകന്നു നിൽക്കുന്നവർ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വന്ന് ആ കൂട്ടായ്മയും സ്നേഹവും സന്തോഷവും അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വരിക. കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആരും എഴുന്നേറ്റ് പോകരുത്. ഇന്ന് രാത്രിയിൽ നമ്മെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന വചനങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, അകന്നുപോയവര്, പാപനിമിത്തമായി അകന്നുപോയവര്, ഉപദേശ പെശക് നിമിത്തമായി ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും അകന്നുപോയവര്, അത് മുഖാന്തരം സഹോദര ബന്ധത്തെ വിച്ഛേദിച്ചു പോകുന്നവര്, ഇന്ന് രാത്രിയിൽ ദൈവം അവരെ കൈവിടുന്നില്ല കേട്ടോ. നമ്മുടെ ദൈവം എത്ര നല്ലത്. ഇന്നലെ രാത്രിയിലൊക്കെ കേട്ടല്ലോ, അവൻ എത്ര കൃപാലുവാണ്. ആ കൃപയുടെ മഹത്വത്തെയും മഹിമാധനത്തെയും നമ്മിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തു ഇന്ന് രാത്രിയിൽ അകന്നുപോയവരെ തങ്ങളെ കടുപ്പിച്ച് ആ കൃപയുടെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യന്റെ പ്രേരണയാലല്ല, പ്രസംഗത്തിന്റെ ശബ്ദത്താലല്ല, പ്രസംഗത്തിലെ ആക്ഷനാലല്ല, പ്രസംഗത്തിൽ പറയുന്ന ദൈവവചനം ഇന്ന് രാത്രിയിൽ ഹൃദയത്തിന്റെ മാറാലകൾ കീറി ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ഒരു മാനസാന്തരത്തിന്റെയും ഒരു മടങ്ങി വരവിന്റെയും ദിവസമായി മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വിഷമിക്കണ്ട, നിരാശപ്പെടണ്ട. അകന്നുപോയവരെ അടുപ്പിക്കുവാൻ മനസ്സുള്ള ദൈവമാണ് അടുത്തു വരിക എന്ന് പറഞ്ഞിരിക്കുന്നത്. ദുർമനസാക്ഷി നിമിത്തമായി ജീവിതം അശുദ്ധമായി തീർന്നവരെ ശുദ്ധവെള്ളമാകുന്ന ദൈവവചനത്താൽ കഴുകി ശുദ്ധീകരിച്ച് മടക്കി വരുത്തുവാൻ മനസ്സുള്ള ഒരു ദൈവമാണ് ഇന്ന് രാത്രിയിൽ അടുത്തു വരിക എന്ന് വിളിച്ചു പറയുന്നത്. ജീവിതത്തിൽ 2012 മാത്രമല്ല, അതിനു മുൻപുള്ള വർഷങ്ങളിലായി പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങി പോകുന്നവരുടെ പരാജയത്തെ മാറ്റി വിജയത്തിന്റെ വെന്നിക്കൊടി ജീവിതത്തിൽ പറപ്പിക്കുവാൻ ശക്തിയുള്ള ദൈവമാണ് ഇന്നു രാത്രിയിൽ അടുത്തു വരിക എന്ന് പറയുന്നത്. നിന്ദയാലും അപമാനത്താലും തല നിവർക്കുവാൻ നിവർത്തിയില്ലാതെ നിരാശയിൽ കടന്ന് ദൈവത്തിൽ നിന്ന് അകന്നുപോയവരുടെ നിരാശ മാറ്റി അവരുടെ തലയെ ഉയർത്തുവാൻ കഴിവുള്ള ദൈവമാണ് ഇന്ന് രാത്രിയിൽ അടുത്തു വരിക എന്ന് പറയുന്നത്. അടുത്തു വരുത്തുവാൻ ഇതാ നിന്റെ മുൻപില് ഒരു ജീവനുള്ള പുതുവഴി തുറക്കപ്പെട്ടിരിക്കുന്നു. അടുത്തു വരുവാൻ ഇതാ ക്രിസ്തുവിനെ പ്രായശ്ചിത്തമായി നമ്മുടെ മധ്യേ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ.
അടുത്തു വരുവാൻ ഒരു മഹാപുരോഹിതൻ എനിക്കും നിങ്ങൾക്കുമായി പിതാവിന്റെ വലഭാഗത്ത് ജീവിക്കുന്നു. അടുത്തു വരുവാൻ, കേൾക്കണേ, അടുത്തു വരുവാൻ നമ്മെ ശുദ്ധീകരിക്കേണ്ടതിന് ദൈവവചനമാകുന്ന വെള്ളം നമുക്ക് സമീപത്തായും നമ്മുടെ അധരങ്ങളിലുമായിട്ടുണ്ടല്ലോ. കർത്താവ് പറഞ്ഞ വാക്ക് നമുക്കറിയാം. യോഹന്നാൻ 15:3 ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. സ്തോത്രം. യോഹന്നാൻ 17:17 അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോട് പറയുന്നത്, പിതാവേ, അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. ഓ, ഇന്ന് രാത്രിയില് വചനത്തിന്റെ സമൃദ്ധി നമ്മുടെ മേൽ വീണുകൊണ്ടിരിക്കുമ്പോൾ അരിഞ്ഞ പുൽപ്പുറങ്ങളിൽ പെയ്യുന്ന ചാറൽ മഴ പോലെ നിരാശയിലായിരിക്കുന്ന ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ വചനമാകുന്ന ആ ചാറൽ മഴ പെയ്തിറങ്ങുമ്പോൾ, ഹല്ലേലൂയ, പെയ്തിറങ്ങുമ്പോൾ ജീവിതത്തിനൊരു രൂപാന്തരം വരുവാൻ, അത് തളിർക്കുവാൻ, വരണ്ട അവസ്ഥ മാറുവാൻ, പച്ച പിടിക്കുവാൻ, പുഷ്ടി പ്രാപിക്കുവാൻ, ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചു വളരുന്ന വൃക്ഷങ്ങളായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ രാത്രിയിൽ നമുക്ക് മടങ്ങി വരാൻ മനസ്സുണ്ടോ? പ്രാരംഭ രാത്രിയിൽ കർത്താവിന്റെ ദാസൻ സഹോദരൻ ജോസ് മാത്യു ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഈഗോ അതിനനുവദിക്കുന്നില്ല, അല്ലേ? എന്ത് ഈഗോ, എന്ത് ഈഗോ! ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ഈ ഓക്സിജൻ പുറത്തേക്ക് വിട്ടിട്ട് തിരികെ എടുക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്ത്? ഓ, ഈ രാത്രിയില് ബലവാൻ തന്നെ ബലത്തിൽ പ്രശംസിക്കരുത് കേട്ടോ. ധനവാൻ തന്നെ ധനത്തിൽ പ്രശംസിക്കരുത്. ഈ രാത്രി പ്രശംസിക്കുന്നവന് യഹോവയിൽ പ്രശംസിക്കട്ടെ, ക്രൂശിൽ പ്രശംസിക്കട്ടെ. ഇന്ന് രാത്രി വരെയും പാപക്ഷമ പ്രാപിക്കാത്തവരായി, യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ അംഗീകരിക്കാത്തവരായി, ക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനം പ്രാപിക്കാത്തവരായി, രക്ഷിക്കപ്പെടാത്തവരായി, സ്വർഗത്തിന് അവകാശികളായി തീരാത്തവർ ഈ പന്തലിനകത്തോ സമീപത്ത് ശബ്ദപരിധിക്കുള്ളിലോ ഈ വാക്കുകളെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയില് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, റോഡരികിൽ നിൽക്കുന്ന, വീടുകളിൽ ഇരുന്നു കൊണ്ട് കേൾക്കുന്ന, പന്തലിൽ ഇരുന്നു കൊണ്ട് കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ദൈവത്തോട് നിങ്ങളെ അടുപ്പിക്കുവാൻ ഇതാ നിങ്ങൾക്കൊരു മാർഗം. പാപമോചനം തരുവാൻ ഇതാ നിങ്ങൾക്കൊരു മാർഗം. സ്വർഗത്തിലെത്തിക്കുവാൻ ഇതാ നിങ്ങൾക്കൊരു മാർഗം. ഇരുട്ടു മാറ്റുവാൻ ഇതാ നിങ്ങൾക്കൊരു മാർഗം. ദൈവമക്കളാക്കി തീർക്കുവാൻ ഇതാ നിങ്ങൾക്കൊരു മാർഗം. ആ മാർഗം രക്ഷിതാവായ ക്രിസ്തുവാണ്. ഡിസംബർ 25 ഇന്ന് യേശുക്രിസ്തുവിന്റെ ജനനം ലോകം മുഴുവൻ കൊണ്ടാടിയതുപോലെ ഇവിടെയും കുമ്പനാടിന്റെ പരിസരങ്ങളിലും യേശുക്രിസ്തുവിന്റെ ജനനം ഓർത്തു. നക്ഷത്ര വിളക്കുകൾ തൂക്കിയും പടക്കം പൊട്ടിച്ചും മൃഷ്ടാന ഭോജനങ്ങൾ കഴിച്ചും ക്രിസ്തുമസ് ആഘോഷിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി കുമ്പനാട് ക്രിസ്തുമസ് നിന്റെ അനുഭവത്തിലായി തീരട്ടെ. ബേത്ലഹേമിലെ യേശു നിന്റെ ഹൃദയത്തിലേക്ക് വരട്ടെ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ കാൽവരിയിലെ കൊലമരത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി തീർന്ന് ശങ്കരേ രക്തമൂറ്റി തന്ന് പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത യേശു നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതുക്കൽ ഇന്ന് രാത്രി മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, മകളെ, മകനെ, കുഞ്ഞേ, നിന്റെ ഹൃദയം എനിക്ക് വേണ്ടി തുറന്നു തരിക. ഞാൻ നിന്റെ ഹൃദയത്തിൽ വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഈ ശബ്ദം കേട്ട് ഇന്ന് രാത്രിയിൽ ആര് കർത്താവിന് വേണ്ടി ഹൃദയത്തെ തുറന്നു കൊടുക്കും? ആര് കർത്താവിനെ ഇന്ന് രാത്രിയിൽ ഹൃദയത്തിൽ ഏറ്റെടുക്കും? ഈ രാത്രിയിൽ അതിനവസരം ദൈവം നൽകിയിരിക്കുന്നു.
നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഒരു തീരുമാനമെടുക്കുക. ലളിതമായ ഒരു പ്രാർത്ഥനയിലൂടെ ആ തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ നഷ്ടപ്പെട്ട ഒരു പാപിയാണ്, അവിടുന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി അവിടുന്ന് കുരിശിൽ മരിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് രാത്രിയിൽ അങ്ങയെ എന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് തീരുമാനമെടുക്കുക. ഈ രാത്രിയിൽ അങ്ങനെ തീരുമാനമെടുത്തവരുണ്ടെങ്കിൽ യോഗം കഴിഞ്ഞ് നിങ്ങൾ ഞങ്ങളെ വന്ന് കാണുന്നെങ്കിൽ നിങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് മനസ്സുണ്ട്. ദൈവമക്കളായവരോട് പറയട്ടെ, പുറമേ ദൈവത്തോടടുത്തിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ ഹൃദയത്തിൽ, മനസാക്ഷിയിൽ ദൈവത്തിൽ നകന്നിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ എബ്രായ ലേഖന കർത്താവിന്റെ വാക്ക് കേട്ട്, പരിശുദ്ധാത്മാവിന്റെ കൽപ്പന കേട്ട് ഈ രാത്രിയിൽ ഒന്ന് അടുത്തു വരിക. കർത്താവേ, എന്റെ ദിവസങ്ങൾ പലതും ഞാൻ പാഴാക്കി കളഞ്ഞു. തുള്ളനും വെട്ടുക്കിളിയും പുഴുവും തിന്നുകളഞ്ഞ ദിവസങ്ങൾ എനിക്കുണ്ട്. കർത്താവേ, ഇന്ന് രാത്രി എന്നെ മടക്കി വരുത്തണമേ. ഒരു മടങ്ങി വരവ് നമുക്കുണ്ടാകട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടട്ടെ. വചനം തുടർന്നും സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമേറിയ സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ വലിയ ദയയ്ക്കും കരുണയ്ക്കുമായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ഇത്രയും സൗകര്യമായി ഈ പന്തലിന് കീഴിൽ കൂടി വരുവാൻ, ദൈവവചനം കേൾക്കുവാനും കേൾപ്പിക്കുവാനും അവിടുന്ന് തന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ അവിടുത്തെ വചനം സംസാരിച്ച അവിടുത്തെ ദാസന്മാർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നീ അവർക്ക് വചനം നൽകി ഞങ്ങൾക്ക് നന്നായി ഗ്രഹിക്കത്തക്കവണ്ണം വചനം വിശദീകരിച്ച് തരുവാൻ അവിടുന്ന് അവരെ പ്രാപ്തരാക്കി. അതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ കേട്ട വചനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുവാൻ ഇടയാകണമേ. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം എത്ര വൈശിഷ്ട്യമേറിയതാണ് എന്ന് ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. കർത്താവേ, യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സകല അശുദ്ധിയും മാറ്റി പാപവും പോക്കി ശുദ്ധീകരിപ്പാൻ കഴിയുന്ന ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തെ, അതിന്റെ സാധ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി. കർത്താവേ, ഞങ്ങളുടെ കേൾവിക്കാരെ, ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഓരോരുത്തരും തങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ, യേശുക്രിസ്തു മൂലമുള്ള വിലയേറിയ രക്ഷയുടെ പങ്കാളികളായി തീരുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിപ്പാനിടയാകണമേ. ആരെങ്കിലും ഇതുവരെയും കർത്താവിനെ രക്ഷിതാവായി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി അവർക്ക് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയങ്ങളിൽ കൈക്കൊള്ളുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് കൂടി വന്ന ദൈവജനത്തിനായിട്ടും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? ഞങ്ങൾ ദുർമനസാക്ഷി ഉള്ളവരായി അന്യോന്യം അകന്ന്, സഹോദരന്മാരിൽ നിന്നകന്ന്, ദൈവത്തോട് അകന്ന് ജീവിക്കുന്ന ഒരനുഭവമുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കും. ദൈവത്തോട് അടുത്തു വരുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് ഞങ്ങൾ
പ്രാർത്ഥിക്കുന്നു. ഇന്ന് വന്ന എല്ലാവർക്കായിട്ടും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ ഇനിയും പിരിഞ്ഞു പോവുകയാണ്. അവിടുത്തെ കൃപ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. ഓരോരുത്തരും അവരവരുടെ സ്ഥാനങ്ങളിൽ, ഭവനങ്ങളിൽ ക്ഷേമമായി മടങ്ങിയെത്തുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട ദൈവവചനം ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ തുടർന്നും സംസാരിച്ചുകൊണ്ടിരിക്കുവാൻ ഇടയാകണമേ. അവിടുത്തെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നാളെയും നടക്കേണ്ടുന്ന മീറ്റിങ്ങിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മീറ്റിങ്ങുകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അനേകർ കൂടി വരുവാനും ദൈവവചനം കേൾക്കുവാനും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട യോഗങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കുവാൻ അവിടുന്ന് സഹായിക്കുന്നു. അതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാനവും മഹത്വവും അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ തിരുമേനിക്ക് സ്തോത്രം. കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.